നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് ആണ്. ഓക്കെ. സോ എന്താണ് ഈ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് എന്നുള്ളത് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ISO എന്ന് കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ചില പ്രോഡക്റ്റും ചില കമ്പനിയുടെ ഒക്കെ പരസ്യം ചെയ്യുമ്പോൾ ISO സർട്ടിഫൈഡ് ആണെന്ന് പറയും. ഈ ISO എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതായത് അവർ ആ പരസ്യത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അതിന് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് പാലിക്കണം. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്കെയിലിൽ നമ്മുടെ പ്രോഡക്റ്റ് ടോപ്പ് നോച്ച് ആണെന്ന് വരണമെങ്കിൽ നമ്മൾ ഓരോ ബിസിനസ്സുകാരും എന്ത് പാലിക്കണം? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് പാലിക്കണം. ഇപ്പോൾ അതിൻ്റെ ചില എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ UN ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. UN എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ. ഈ UN ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ബിസിനസ്സിനകത്ത് നമുക്ക് എല്ലാ എംപ്ലോയീസിനും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ആദ്യം തൊട്ടുള്ള മൊഡ്യൂൾ തൊട്ടേ പറഞ്ഞു വരുന്നതാണ്, എംപ്ലോയീസിനെല്ലാം അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. സോ ഓരോ കമ്പനിയും കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് പാലിക്കണം. ഇപ്പോൾ UN ഈ പറയുന്ന ഗൈഡിങ് പ്രിൻസിപ്പിൾ പാലിച്ചാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. അതായത് യുണൈറ്റഡ് നേഷൻസ് പറയുന്നതനുസരിച്ച് ഓരോ കമ്പനിക്കും കൃത്യമായിട്ട് എല്ലാ എംപ്ലോയീസിനും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആ ഹ്യൂമൻ റൈറ്റ്സ് ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ UN സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാൻ പറ്റും. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് OECD ആണ്, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ആൻറ്റി കറപ്ഷൻ. ഇതിനെതിരായിട്ടൊക്കെ ഇതിനെല്ലാം കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ OECD ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് കൃത്യമായിട്ട് ഈ UN OECD ISO സർട്ടിഫിക്കേഷനും ഒക്കെ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണ്? ഒരു ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് കൃത്യമായിട്ട് പാലിക്കുന്ന ബിസിനസ്സാണെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും റെപ്യൂട്ടഡ് ബിസിനസ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് ISO സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ISO സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ബിസിനസ്സുകൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നത്. സോ പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് പാലിക്കേണ്ടുന്ന ഏരിയാസ് എവിടെയൊക്കെയാണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏതൊക്കെ ഏരിയാസിലാണ് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ്. എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും കമ്മ്യൂണിറ്റീസിനും എല്ലാം റൈറ്റ്സ് ഉണ്ട്. ബിസിനസ് കൃത്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്തിരിക്കണം. ലേബർ പ്രാക്ടീസ്, സേഫ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം, ഫെയർ വേജസ് കൊടുത്തിരിക്കണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലേബർ പ്രാക്ടീസ് വരും. ആൻറ്റി കറപ്ഷൻ, യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തരുത്, മറ്റേ കൈക്കൂലി കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഓക്കെ. ദെൻ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ. ഞാൻ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല, എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും കമ്പനി കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടക്റ്റ് പാലിക്കാൻ പറ്റുന്ന ഏരിയകൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പാലിച്ചാൽ നമ്മുടെ ഒരു സാധാരണ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ MNC ഒന്നും ആവണോ നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ MNC ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പാലിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നമുക്കറിയാം, കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ. ISO സർട്ടിഫൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത്രയും ക്വാളിറ്റി ഉള്ളതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ. ദെൻ റിസ്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കെതിരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന UNO അല്ലെങ്കിൽ ഈ പറയുന്ന ISO അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്കെതിരെ വരാൻ സാധ്യത, അതായത് ലീഗൽ ലയബിലിറ്റീസ് ഒന്നും വരത്തില്ല. നമുക്കെതിരെ കൂടുതൽ റിസ്ക്കുകളൊന്നും വരില്ല. കാര്യം നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ റിസ്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആക്സസിബിൾ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുവാണ്, നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാണ്, അതിന് ISO സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് നല്ല അക്സെപ്റ്റൻസ് കിട്ടും. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വളർച്ച മാത്രമല്ല,
നാളെയും കൂടെ മുൻകൂട്ടി കണ്ടുള്ള വളർച്ചയ്ക്ക് ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് സഹായിക്കും. അപ്പോൾ നമ്മൾ ഓരോ ബിസിനസ്സുകാരും, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഓരോ ബിസിനസ്സും ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് പാലിച്ചാൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഓക്കെ, ദെൻ ചലഞ്ചസ്. എല്ലാവർക്കും പാലിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് എല്ലാ ബിസിനസ്സുകാർക്കും ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് കോണ്ടാക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചസ്? ഫസ്റ്റ് വൺ, ജുറിസ്ഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഒരുപോലെ മാച്ചായി പോകണമെന്നില്ല. അതായത് ബിസിനസ്സസ് മസ്റ്റ് ബാലൻസ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വിത്ത് ഗ്ലോബൽ ലോസ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് മാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ ലോക്കൽ ലോ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് ചിലപ്പോൾ അത് വിരുദ്ധമായിട്ട് വല്ലതും വന്നാൽ എനിക്കത് പാലിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിലാണല്ലോ താമസിക്കുന്നത്, അപ്പം നമുക്ക് നമ്മുടേതായ നിയമങ്ങളുണ്ട്, അത് പാലിച്ചേ പറ്റൂ. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിക്കാൻ ഞാൻ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായിട്ട് വല്ലതും നിന്നാൽ എനിക്കത് ചിലപ്പോൾ പാലിക്കാൻ പറ്റാതെ വരും. മറ്റൊന്ന്, റിസോഴ്സ് ഇൻറ്റൻസീവ്. ഈ ISO സർട്ടിഫിക്കേഷൻ വാങ്ങിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കമ്പനികൾക്ക് അതങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. കാര്യം അതിൻ്റേതായ സമയം വേണം, അത്രയും പണച്ചെലവുണ്ട്, അത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരും വേണ്ടി വരും. അപ്പോൾ അത്രയും റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, ഇത് എൻഫോഴ്സ് ചെയ്യാനുള്ളത്. പറയുമ്പം എളുപ്പം അങ്ങ് ഇൻ്റർനാഷണൽ പറയാം, പക്ഷേ ഈ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ എൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ഉണ്ട്. ഒരു ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അത് അത്ര പെട്ടെന്ന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതാവണമെന്നില്ല. ഓക്കെ, ദെൻ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ഈ പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. കൃത്യമായിട്ട് എംപ്ലോയീസിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുക. ഇൻ്റർനാഷണൽ കോഡ് അനുസരിച്ച് നമുക്ക് പതുക്കെ പ്രവർത്തിച്ച് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ കോളേജുകൾക്കൊക്കെ NAC ഗ്രേഡ് കിട്ടുന്ന നടക്കാം. ഒറ്റയടിക്ക് വന്നിട്ടങ്ങ് A++ കൊടുക്കത്തില്ല. ഗ്രാജുവലി ട്രെയിൻ ചെയ്ത് പതുക്കെ ആയിരിക്കും ഈ പറയുന്ന A++ലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായി ട്രെയിൻ ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുക. ചെറിയ ബിസിനസ്സായിട്ട് എല്ലാ കാലവും നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല, ബിസിനസ്സും വളർന്നുകൊണ്ടിരിക്കണം. മറ്റൊന്ന്, ഇൻ്റഗ്രേഷൻ ടു ബിസിനസ് പ്രോസസ്സ്. ഈ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിച്ചാൽ, ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ പ്രവർത്തിച്ചാൽ, നമ്മുടെ ഫിനാൻസ് എങ്ങനെ പ്രവർത്തിച്ചാൽ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിന് നമ്മുടെ ബിസിനസ് പ്രോസസ്സിലേക്ക് മെർജ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ, അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടത് മാറ്റി എടുത്തിരിക്കണം. അതാണ് ഈ മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, സോ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബിസിനസ്സിന് ഏറ്റവും ഒരു ഹൈ ക്വാളിറ്റി ബിസിനസ്സാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി പ്രയോജനങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ പാലിക്കാൻ പറ്റാതെ പോകുന്നതിന് അതിൻ്റേതായ കാരണങ്ങളും അതിൻ്റെ ചില പരിഹാരങ്ങളും ഉണ്ട്. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സബ്ജക്റ്റ്. അപ്പോൾ ശരിക്കും നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് 5 മൊഡ്യൂളും കഴിഞ്ഞു. 5ാമത്തെ മൊഡ്യൂളിൻ്റെ 2ാമത്തെ യൂണിറ്റ് അടക്കം എല്ലാം കഴിഞ്ഞു. ഇതായിരുന്നു ലാസ്റ്റ് യൂണിറ്റ്. ഓക്കെ, സോ നമ്മുടെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്.